രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാകുമ്പോൾ അവർ കമിതാക്കളാണ്. അവർ പങ്കിടുന്ന നിമിഷങ്ങൾ വളരെയധികം സ്നേഹം നിറഞ്ഞതും ആഹ്ലാദ നിർഭരവുമായിരിക്കും. അവർ ഒന്നിച്ചു ചേരുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും. ഒരാൾക്ക് വേണ്ടി ഒരാളെ ത്യജിക്കുന്ന അവസ്ഥ തന്നെയാണ് പ്രണയം. ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്നു പൊങ്ങുന്ന അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ് പ്രണയം. അതായത് രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായാൽ അവർക്ക് ചുറ്റുമുള്ള അവസ്ഥകളെ അവർ ശ്രദ്ധിക്കാതെ വരികയും അതിൽ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ കൊടുക്കുന്ന അവസ്ഥ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും ത്യജിക്കുന്ന അവസ്ഥ തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. ഒരാളെ മറ്റൊരാൾ നേടിയെടുത്താൽ മാത്രമാണ് ആ പ്രണയം അവസാന പോയിന്റിലെത്തുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, രണ്ടുപേർ പ്രണയത്തിലാവുകയാണെങ്കിൽ ആ കമിതാക്കൾ തമ്മിൽ എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം അനുസരിച്ചാണ് നിങ്ങൾ പെരുമാറേണ്ടത്. ഒരു വീഡിയോ കണ്ടിട്ടോ മറ്റുള്ള ചാനലുകളിൽ കാണുന്ന വീഡിയോ കണ്ട് അതിനെ ഫോളോ ചെയ്തല്ല നിങ്ങൾ പ്രണയത്തിലാവുകയാണെങ്കിൽ നിങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയോട് പെരുമാറേണ്ടത്. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷനുണ്ട്, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, നിങ്ങൾക്കൊരു നാച്ചുറാലിറ്റി ഉണ്ട്. പക്ഷേ ഇതിനപ്പുറം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോട് 100% സത്യസന്ധത പുലർത്തുകയും അവരെ നല്ല രീതിക്ക് കെയറും പ്രൊട്ടക്ഷനും കൊടുക്കുകയും നിങ്ങളുടെ ഹൃദയത്തോട് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രണയത്തിൽ അനുഷ്ഠിക്കേണ്ട ചില നിയമങ്ങളെ പറ്റിയാണ്. നിങ്ങൾ പ്രണയത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോട് 100% സത്യസന്ധത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ സ്നേഹത്തിനും സത്യസന്ധതയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ പഠനത്തെ നിങ്ങളുടെ പ്രണയം ഒരിക്കലും ബാധിക്കരുത്. അതായത് രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കറങ്ങി നടക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളോ അല്ലെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന വ്യക്തികളോ അതുപോലെ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന പല കാര്യങ്ങളിലും ഏർപ്പെടുന്നതാണ്. പക്ഷെ അതെല്ലാം വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോകുന്ന രണ്ടുപേർ തമ്മിലാണ് പ്രണയത്തിലാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കേണ്ടതാണ്. കാരണം ഫ്യൂച്ചറിൽ നിങ്ങളൊരു ലൈഫ് കെട്ടിപ്പടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കരിയർ അത്യാവശ്യമാണ്, ഒരു ജോബ് അത്യാവശ്യമാണ്. ഏതൊരു ലൈഫിനും ഫിനാൻഷ്യൽ സെറ്റപ്പാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിന് പ്രാധാന്യം കൊടുക്കുക. രണ്ടാമതാണ് പ്രണയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരിയറിന് ജോബിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾ രണ്ടുപേരും ഫിനാൻഷ്യലായിട്ട് സ്റ്റാബിലിറ്റി കുറഞ്ഞവരാണ് എങ്കിൽ, ഇപ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാം, അതായത് ആൺകുട്ടികളോ പെൺകുട്ടികളോ ആവാം, ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത പക്ഷം ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മണി ഏൺ ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നിന്നും പണം കണ്ടെത്താവുന്നതാണ്. അത് നിങ്ങളുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനും ഉതകുന്ന രീതിയിലുള്ള മണി ഏൺ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ പാർട്ട് ടൈം ജോബുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും അത് എഡ്യൂക്കേഷനെ ബാധിക്കരുത്. അപ്പോൾ പ്രണയത്തോടൊപ്പം തന്നെ പ്രണയത്തിൽ ഏർപ്പെടുന്നവർ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തതിന് ശേഷം മാത്രമാണ് പ്രണയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രണയത്തെപ്പറ്റി നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പ്രണയം വളരെയധികം നല്ലൊരു അടിത്തറ നിങ്ങൾക്ക് പാകി തരുന്നതാണ്. സെൽഫായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണത് ഇന്ന് ഈ ഡിജിറ്റൽ സമൂഹത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. പക്ഷെ ആ എടുക്കുന്ന തീരുമാനം ഒരിക്കലും പാളിച്ച പറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം എന്നതിലുപരി വ്യത്യസ്തമായൊരു ഫാമിലിയിൽ നിന്നുമാണ് ഒരു വ്യക്തി നമ്മളിലേക്ക് കടന്നു കയറി വരുന്നത്. അപ്പോൾ ആ വ്യക്തിയെ നിങ്ങളൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്റ്റഡി ചെയ്യേണ്ടതാണ്. അവർ ഒരു മാസ്ക് ഇട്ടുകൊണ്ടായിരിക്കാം നമ്മളുടെ അരികിൽ എത്തുന്നത്. ഒരുപക്ഷെ വിവാഹശേഷം നമ്മുടെ ഫാമിലിയെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ബോയ് ഗേൾ ആയിക്കോട്ടെ, ആര് തന്നെയായാലും നിങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രണയത്തിലേക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് പ്രണയത്തിലായ ശേഷം കമിതാക്കൾ ഫോളോ ചെയ്യേണ്ട റൂൾസാണ്. അതായത് നിങ്ങളുടെ സ്നേഹം 100% അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ അവർ എന്ത് പറയുന്നോ ആ കാര്യം പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ മറ്റുള്ളവർ സംസാരിച്ച് വരുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് കളയുകയോ അതോടൊപ്പം കേൾക്കാൻ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയും അവർ തിരക്കായിട്ട് അഭിനയിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി, അതായത് നിങ്ങൾ പ്രണയത്തിലായിരിക്കുന്ന വ്യക്തി എന്താണോ സംസാരിക്കുന്നത് ആ സംസാരം കേൾക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും സമയം കൊടുക്കേണ്ടതാണ്. തിരക്ക് അഭിനയിക്കരുത്. അതോടൊപ്പം തന്നെ അവർക്കിടെ ബർത്ത്ഡേ വരികയാണെങ്കിൽ അവരുമൊത്ത് നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യേണ്ടതാണ്. അവരെ കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് പുറത്തു പോകാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് സർപ്രൈസിങ് ഗിഫ്റ്റുകൾ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഹോളിഡേ ഉണ്ടാവുകയാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് അവരുടെ ഓഫീസിൽ ചെല്ലാവുന്നതാണ്. സർപ്രൈസിങ് ഗിഫ്റ്റ് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് സർപ്രൈസിങ് ഗിഫ്റ്റ്. ആ സർപ്രൈസിങ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കേണ്ടതാണ്. അവർ എപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നു അത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കേണ്ടതാണ്. ക്ഷമയോടുകൂടി കേൾക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സഹനവും ക്ഷമയും നിങ്ങൾ ശീലിച്ചെടുക്കേണ്ടതാണ്. 100% നിങ്ങളുടെ പ്രണയം അവർക്ക് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ സ്നേഹം പ്രണയ ഭാഷയിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. പ്രണയ ഭാഷ എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിൽ കമിതാക്കളായി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന ഭാഷയെ തന്നെ നമ്മൾ പൊതുവായി പ്രണയ ഭാഷ എന്ന് പറയും. പ്രണയ ഭാഷ ശീലിക്കേണ്ടതാണ്. ക്ഷമയോടുകൂടി അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ പ്രണയത്തിലായിരിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗ്ലിങ്സ് നിങ്ങൾക്കെതിരെ വന്നിരിക്കാം. ഒരുപക്ഷെ ഫാമിലിയോ ഫ്രണ്ട്സോ അനുവദിക്കാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ആ വരുന്ന സ്ട്രഗ്ലിങ്സിനെതിരെ പടപൊരുതാൻ, ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി ഉണ്ടെങ്കിൽ, നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം നല്ല ജോബ് ഉണ്ടെങ്കിൽ കൈകോർത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ കൈകോർത്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലും ചിന്തിക്കുക, നിങ്ങൾ രണ്ടുപേരും സത്യസന്ധരാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അതായത് ഒരാൾ ജീവിതകാലം മൊത്തം മറ്റൊരാളെ ഉൾക്കൊള്ളാൻ തയ്യാറാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ലൈഫായിരിക്കരുത്, പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രണയബന്ധവുമായിരിക്കരുത് നിങ്ങളുടേത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്